2024 പൊതു തെരഞ്ഞെടുപ്പോടുകൂടി ഇതളുകൾ പൊഴിഞ്ഞു വീണ താമര 13 അസംബ്ലി സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വാടിത്തുടങ്ങി. 13 അസംബ്ലി സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 10 സീറ്റുകളും ഇന്ത്യ ബ്ലോക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതിൽ കോൺഗ്രസിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് കൂറുമാറിയ സ്ഥാനാർത്ഥികളിൽ പലരും തോൽക്കുകയും തിരിച്ച് BJPയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്കും ആം ആദ്മി പാർട്ടിയിലേക്കും വന്ന സ്ഥാനാർത്ഥികൾ BJPയുമായി തന്നെ മത്സരിച്ച് വിജയിച്ച് കയറുകയും ചെയ്തത് പൊതുവെ 2 സീറ്റുകളിൽ ഒതുങ്ങിയ BJPക്ക് വൻ തിരിച്ചടിയായി തന്നെ മാറി. പഞ്ചാബിലെ ജലന്ധറിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് കൂറുമാറിയ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും തിരിച്ച് BJPയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിലേക്ക് വന്ന സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. AAPയുടെ മഹീന്ദർ ഭഗത്തിന്റെ വിജയം ജയിലിൽ കഴിയുന്ന കേജ്രിവാളിന് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വിധത്തിലാണ്. വെസ്റ്റ് ബംഗാളിൽ 4 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം BJPക്കും മോദിക്കും ബംഗാൾ മണ്ണിൽ അവശേഷിക്കുന്ന പ്രതീക്ഷകൾക്കും ഏറ്റ തിരിച്ചടിയായി മാറി ഈ പരാജയം. ബംഗാളിൽ മോദി തരംഗം സൃഷ്ടിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും ദീദി തരംഗത്തിന് മുന്നിൽ മോദി തരംഗം നിഷ്പ്രഭമാകുന്ന കാഴ്ചയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലും BJPക്ക് തിരിച്ചടികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും വർഗീയ കാർഡുകൾ ജനങ്ങൾ പിച്ചി ചീന്തുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ കൈവിട്ടതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബദരിനാഥും BJPയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലങ്ങളിലും വർഗീയ കാർഡുകൾ ഇറക്കി വിജയത്തിലേക്ക് കുറുക്കുവഴികൾ സൃഷ്ടിച്ച BJPയുടെയും നരേന്ദ്രമോദിയുടെയും ആ വഴികൾ തല്ലി തകർത്തുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടും ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് നാം 2024 ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ വർഗീയ വിദ്വേഷ ആശയങ്ങളുടെ പരീക്ഷണശാലയായിരുന്ന മധ്യപ്രദേശിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയത്. അതേസമയം ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂറിന്റെ വിജയം വൻ ഭൂരിപക്ഷത്തോടുകൂടിയായിരുന്നു. 9399 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ നേടിയത്. ബീഹാറിൽ നിതീഷ് കുമാറിന് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയും 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇതിനെ ഒരു നിസ്സാര പരാജയമായി കണക്കാക്കുവാൻ സാധിക്കുകയില്ല. ബീഹാർ മണ്ണിൽ നിതീഷ് കുമാറിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നതിനുള്ള സൂചനയായി ഇതിനെ കാണാവുന്നതാണ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെ കാലുവാരി കൂറുമാറിയ സ്ഥാനാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി നൽകുവാൻ കോൺഗ്രസിന് സാധിച്ചു. ഹിമാചലിൽ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ചിരുന്ന കോൺഗ്രസ് മന്ത്രിസഭ നിലനിൽക്കണമെന്നതാണ് ജനവിധിയെന്ന് തെളിയിക്കപ്പെട്ടു. ഉത്തരാഖണ്ഡിലെ 2 സീറ്റുകളുടെ വിജയവും കോൺഗ്രസിന്റെ കിരീടത്തിനുള്ള പൊൻതൂവലുകളായി മാറി. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനങ്ങൾ നൽകിയ അതേ സന്ദേശം തന്നെയാണ് ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെയും ജനങ്ങൾ നൽകിയിരിക്കുന്നത്. മതവർഗീയാധിപത്യത്തെയും ഏകാധിപത്യത്തെയും പുറന്തള്ളി ജനാധിപത്യത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇന്ത്യൻ ജനതയുടെ തീരുമാനം. അതിന് മാത്രമേ, ജനാധിപത്യത്തിന് മാത്രമേ രാഷ്ട്രത്തെ രക്ഷിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും സാധിക്കൂ എന്നതാണ് കൃത്യമായ ജനങ്ങൾ നൽകിയിരിക്കുന്ന ആ സന്ദേശം.